നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മളെ ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഒത്തിരി പേര് പറയുമായിരുന്നു നമ്മൾ ഈ പൊതിച്ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ് ഇന്നാണ് എനിക്ക് ഇടാനായിട്ട് പറ്റിയത്. ഈ വീഡിയോ എടുത്തിട്ടൊരു 3-4 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ വെച്ചിട്ടെടുത്തതാണ്. പിന്നെ ഇപ്പം നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. വെളുപ്പിനെ ഒരു 4:30 മണിയായപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സൈഡിൽ ഞാനൊരു ഷീറ്റ് വെച്ചതെന്ന് വെച്ചാൽ ചെറിയ മണ്ണും പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷീറ്റ് എടുത്ത് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കാറ്റടിച്ച് ഇങ്ങനെ പറന്ന് വീഴും അങ്ങനെ ചെയ്യുന്നെങ്കിലാണ് ഈ ചോറിന് വേണ്ടിയിട്ട് അരിയൊക്കെ തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിയൊക്കെ അടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അരിയൊക്കെ ഇടാറായിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് കിടക്കുകയാണ് കേട്ടോ. അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അരി കഴുകാൻ വേണ്ടിയിട്ട് ഒരു 2 പാത്രത്തിലായിട്ട് മാത്രമേ നമുക്ക് കഴുകിയിട്ട് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. 2 തവണയായിട്ട്. ആദ്യം ഒന്ന് കഴുകിയിട്ടിട്ട് അടുത്തത് രണ്ടാമത് കൂടെ തന്നെ കഴുകി ഇടുന്നുണ്ട്. കാരണം വേറെ പാത്രമില്ല. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഇതിനായിട്ട് പൊതിച്ചോറിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പാത്രങ്ങളോ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല. ഇവിടെ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. കുറച്ച് നാളും കൂടെ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ചോറ് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം 2 കുട്ട മേടിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇതിനായിട്ട് വേറൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ തന്നെ മീൻകറി ആണെങ്കിലോ അല്ലെങ്കിൽ തോരനാണെങ്കിലോ എന്തെങ്കിലും വെക്കണമെങ്കിൽ നമ്മൾ ഒരു പാത്രത്തിൽ പാചകം ചെയ്ത് എടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റും. സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെച്ചതിന് ശേഷം മറ്റേ നമ്മൾ ആദ്യം വേവിച്ചിരിക്കുന്ന പാത്രം നമ്മൾ നല്ലോണം കഴുകിയിട്ട് അതിൽ വേറെ കറി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ നമ്മളൊരു 4:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അരിയൊക്കെ അടുപ്പിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് പിന്നെ അത് ചൂടായൊക്കെ വരണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം നമ്മൾ എടുക്കുന്നതും. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ജോലി തീർക്കണം. ഒരു 10:15 10:30 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് പണിയെല്ലാം തീർന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങണം. എങ്കിൽ മാത്രമല്ല സമയത്ത് മോനെ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാത്രത്തിൽ വേവിച്ചിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടാണല്ലോ കഴുകിയിട്ട് അതിൽ തന്നെ അടുത്തത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ആവത്തില്ല. കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അധികം ജോലി അങ്ങനെ വരത്തില്ല. ഈ പാചകം ചെയ്യുന്നതും പാക്ക് ചെയ്തെടുക്കുന്നത് മാത്രമേ നമുക്കൊരു വലിയൊരു ജോലിയായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഈ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാത്രമേ വരത്തുള്ളൂ. കാരണം കൂടെ കഴുകി കൂടെ തന്നെ നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. പിന്നെ മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില നമുക്ക് ഒരിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തോരത്തിന് വേണ്ടിയിട്ട് അതെല്ലാം അരച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും മീൻ കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നെത്തോലിയാണ് ഇന്നിപ്പോൾ കറി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടും. എനിക്കിപ്പോൾ നമ്മൾ ഈ കല്ലിൽ അരയ്ക്കുമ്പോൾ എനിക്ക് നല്ല വശമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും. മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. പക്ഷേ എനിക്കതൊരു കറക്റ്റ് പരുവത്തിന് കിട്ടത്തുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൽ തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ തോരത്തിനെല്ലാം അരച്ച് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും തേങ്ങ കുറേ ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം മോള് തേങ്ങ തിരുകും. വേറെയുള്ള ആവശ്യത്തിന് മോര് കറിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ മത്തനും കൂടെയൊക്കെ നമുക്ക് വെക്കാനായിട്ടുണ്ട്. മത്തനും ചെറുപയറും കൂടെ ഇട്ടിട്ട് ഒരു ഉടച്ച് കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തനൊക്കെ കട്ട് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയുള്ളി ഇനിയിപ്പോൾ അരച്ചെടുക്കണം. പിന്നെ പുളി ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുന്നില്ല. കുറച്ച് ഉലുവ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അരച്ചെടുക്കാനായിട്ടുണ്ട്. പുളി അരയ്ക്കാത്തത് നമ്മൾ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒത്തിരി പുളി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് മോനെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും വിളിക്കാറൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലൊന്നും ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയൊന്നും വിളിക്കാറില്ല. കാരണം വേറൊന്നുമല്ല, കാലിൻ്റെ മുട്ടും ജോയിൻ്റൊക്കെ നല്ല വേദനയുണ്ട്. ഇത്രയും ദൂരം എല്ലാ സ്ഥലത്തും ഈ റോഡ് നീളം ഇങ്ങനെ നടന്ന് എല്ലായിടത്തും ചോദിച്ച് ഈ വെയിലൊക്കെ കൊണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു തലവേദനയും അത് മാത്രമല്ല കയ്യിലിങ്ങനെ 10 പൊതി ചോറ് ഇങ്ങനെ സഞ്ചിയിൽ തൂക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് ചോറ് മാത്രമല്ലല്ലോ ഈ കറികളും കൂടെ ഉണ്ടല്ലോ. ചിലപ്പോൾ 2-3 കറികളൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ വെയിറ്റ് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. കയ്യിലെ മടക്കൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ക്ഷീണം കാരണം കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. അത് മാത്രമല്ല ഇതിങ്ങനെ കൊണ്ടുപോയി വിറ്റിട്ട് എങ്ങനെയായാലും 1 മണി 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. വന്ന് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് പിറ്റന്നത്തേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പൈസ കിട്ടാനുള്ള സ്ഥലത്തു നിന്നൊക്കെ വൈകുന്നേരം ഒരിക്കും കിട്ടുന്നു. അപ്പോൾ അതൊക്കെ പോയി മേടിച്ച് പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് പിന്നെ രാത്രിയിലെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് പറക്കാനും എല്ലാത്തിനൊക്കെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങട്ടെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിക്കാറില്ല ഇപ്പം. പിന്നെ നേരത്തെ തന്നെ മീൻ കറിക്ക് ഞാൻ ഈ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മീൻ കറിയും കൂടെ ഒന്ന് വെന്ത് അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു അടുപ്പിൽ ഇനിയിപ്പോൾ മുരിങ്ങയില തോരൻ വെച്ചെടുക്കണം. പിന്നെ മുറ്റത്തെ അടുപ്പിൽ നമ്മൾ നേരത്തെ ചോറിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഇനിയിപ്പോൾ ഊറ്റി അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. മുരിങ്ങയില ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ മത്തൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മത്തൻ നേരത്തെ മോൾ കട്ട് ചെയ്തെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അത് കുക്കറിനകത്ത് മത്തനും പയറും ഒക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് കിടക്കണം കേട്ടോ. അപ്പോൾ അതും കൂടെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചു തരാം. കാരണം മൊത്തത്തിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു.
കാരണം ഞാനും മോളും കൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോനെ വിളിക്കാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം എന്താണെന്നൊക്കെ. പിന്നെ മത്തൻ കറിക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തേങ്ങയെല്ലാം അരച്ച് അതെല്ലാം അതിൻ്റെ ചേരുവയെല്ലാം കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മത്തനും പയറും എല്ലാം വെന്ത് അതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചേരുവ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ചേരുവയും ചേർത്ത് കൊടുക്കണം, പിന്നെ ഇതിന് കടുക് വറക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാറായിട്ടുണ്ട്. ചോറ് വെന്ത് കിടക്കുവാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുട്ട മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു കുട്ടയിലോട്ടാണ് കോരി വെക്കുന്നത് കേട്ടോ. പിന്നെ കോരി എനിക്ക് മേടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. തവിയിൽ നമ്മൾ കോരി വെക്കുമ്പോൾ കുറേ സമയം അങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് തൽക്കാലം ഇങ്ങനെ കോരി ഒഴിക്കുന്നത്. പിന്നെ കയ്യിൽ ചെറിയ ചൂടൊക്കെ അടിക്കും. എന്നാലും ഇനിയിപ്പോൾ എന്തായാലും ഒരു കണ്ണാപ്പ പോലത്തെ ഒരു കോരി മേടിച്ചാലേ പറ്റും. പിന്നെ കുട്ടയിലാകുമ്പോഴത്തേക്ക് നല്ലെണ്ണക്ക് വെള്ളം വാർന്ന് പോവുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ഊറ്റി അങ്ങനെ വെക്കുകയൊന്നുമില്ല കേട്ടോ. ചോറ് കുട്ടയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനെ എടുത്ത് അകത്ത് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് വെള്ളം മൊത്തം മാറിയതിന് ശേഷമാണ് തിരിച്ച് കലത്തിൽ തട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ, അപ്പോഴും നല്ല തുറുതുറായിരിക്കുന്ന ചോറ് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുറ്റത്ത് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, ആ സൈഡിലൊക്കെ മൊത്തത്തിൽ ബ്ലീച്ചിങ് പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം ഈ പ്രാണികൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ നമ്മൾ ഈ ചോറ് കറികളും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു 10 പൊതി ആകുമ്പോഴത്തേക്ക് 10 പൊതിയും കറിയും മോൻ കൊണ്ടുപോകുമ്പോൾ ഞാനും മോളും കൂടെ നിന്ന് ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ആദ്യം മോൻ കൊണ്ടുപോയി തീർന്നിട്ട് വിളിക്കുമ്പോൾ രണ്ടാമത് മോൾ കൊണ്ടുപോയി പകുതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാനും കൊണ്ടുപോയേനെ. മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് 2 പേർ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞ് വേണ്ട മോൻ തന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വലത് കയ്യിൽ മാത്രമേ എനിക്ക് വെയിറ്റ് വെക്കാൻ പറ്റത്തുള്ളൂ, ഇടത് കയ്യിൽ വെക്കാൻ പറ്റത്തില്ല. ഇടത് കയ്യിൽ വെയിറ്റ് വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ പഴയതുപോലെ പിന്നെ വയ്യാതെ എന്തെങ്കിലും വന്നു പോയാൽ നമുക്ക് ചിലപ്പോൾ ഈ പൊതിച്ചോറ് കച്ചവടം ചിലപ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ മോൻ തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മോൻ ഇതുപോലെ ചോറ് കൊണ്ട് പോകുമ്പോഴത്തേക്ക് മോനെ കളിയാക്കരുത്. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു വഴിയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു പൊതിച്ചോറ് കച്ചവടം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചോറും കറിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കൊടുത്ത് വിടണമല്ലോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. മുരിങ്ങയില തോരൻ എടുത്തിട്ടുണ്ട്, മീൻകറി എടുത്തിട്ടുണ്ട്, മീൻ വറുത്തത്, അച്ചാറ്, പിന്നെ നമ്മൾ ഉടച്ച് കറി മത്തനും പയറും കൂടെയൊക്കെ ഇട്ട് ഉടച്ച് കറി, രസം കാച്ചിയത്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മോൻ്റെ കയ്യിൽ കൊടുത്ത് വിട്ടതിന് ശേഷം തറ എല്ലാം മൊത്തത്തിൽ തുടച്ച് ക്ലീൻ ചെയ്ത് നല്ല പണിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പണി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴേ അടുക്കളയിലെ പണി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. കുറച്ച് കറികൾ മാത്രമേ ബാലൻസ് വന്നിട്ടുള്ളൂ. പിന്നെ പാത്രത്തിൻ്റെ മുകളിൽ ആഹാരത്തിലല്ല ഞാൻ ഇതുപോലെ പേപ്പർ വെച്ചിരിക്കുന്നത്. അടച്ച് വെച്ചതിൻ്റെ മണ്ടയിലൊരു പേപ്പർ ഇരുന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളെ മക്കളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. അപ്പോഴേ ഇതുപോലെ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോവല്ലേ.